ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ സ്റ്റാൻഡാണ് കേട്ടോ. പേപ്പർ സ്റ്റാൻഡ് ഞാൻ ഇട്ട് പേരാട്ടോ, എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ലത്. ആക്ച്വലി കണ്ടപ്പോൾ ഒരു ക്യൂട്ടായി തോന്നി, അതേമാതിരി ഈസിയാണ്. അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് 4 സൈഡും ഈക്വൽ മെഷർമെൻറ്റിൽ പേപ്പർ എടുക്കുക. പേപ്പറിനൊരു പാറ്റേൺ പേപ്പർ എടുക്കുമ്പോൾ കാരണം ഒന്നുകൂടി ഭംഗി. ഞാൻ അവിടെ പാറ്റേൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ പേപ്പർ എടുത്ത് അതിന് കുറച്ച് പാറ്റേൺസൊക്കെ കുറച്ച് ലൈൻസൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ പേപ്പർ ആദ്യം ഹാഫാക്കി മടക്കി, പിന്നെ ഹാഫാക്കിയത് വീണ്ടും ഉള്ളിലേക്ക് ആക്കി മടക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താണ്ട് അതും വീണ്ടും ഹാഫാക്കി മടക്കി, ആ ഹാഫാക്കി മടക്കിനെ വീണ്ടും മടക്കുക. ഞാൻ പറയുന്നതിനെക്കാട്ടിലും മനസ്സിലാക്കി കാണുമ്പോഴേക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ 4 സൈഡിലും ഈ കോർണേഴ്സ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആ പേപ്പർ മടക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ കുഞ്ഞിക്കൈയും കുഞ്ഞിത്തലയൊക്കെ എൻ്റെ ചെറിയ മോളുടെ കേട്ടോ. ഞാനിതിങ്ങനെ ചെയ്യുമ്പം അവരും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയ്ക്കാൻ വരും. പിന്നെ അപ്പോൾ ഇതിങ്ങനെ പേപ്പർ ഉള്ളിലാക്കി മടക്കിയിട്ട് ജസ്റ്റ് 2 സൈഡും അതേപോലെ മടക്കി ഒന്നിൻ്റെ ഉള്ളിലാക്കി മടക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെ സംഭവം കിട്ടും. പിന്നെ ഒരു ചെറിയൊരു എഫ് പേപ്പർ എടുക്കുക. എഫ് പേപ്പർ ഇതിനുള്ളിൽ കൊള്ളുന്ന സൈസിൽ ഒരു എഫ് പേപ്പർ എടുക്കുക. അതിനെന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പേപ്പർ 1-2 അങ്ങനത്തെ കുഞ്ഞ് A4 ഷീറ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ നോട്ട്സ് എഴുതിയാണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയൊരു ചെറിയ സംഭവം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ക്യൂട്ടായിട്ട് കാണാൻ പറ്റുന്ന, എന്താ പറയുക, നമ്മളിങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പം നമ്മൾ ടീമുമ്പോൾ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസ് കാണുമ്പോൾ പഠിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, എഴുതാനും പഠിക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.